പാലക്കാട് അട്ടപ്പാടിയിലെ കുറുക്കൻകുണ്ട് മേഖലയിൽ വൈദ്യുതിയും മികച്ച റോഡും ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളായ കുട്ടികൾ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. വനംവകുപ്പിന്റെ എതിർപ്പാണ് പദ്ധതികൾക്ക് തടസ്സമെന്നും ഇത് പരിഹരിക്കണമെന്നും കുട്ടികൾ പറയുന്നു. പ്രസാദ് ഉടുമ്പശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പാലക്കാട് കലക്ട്രേറ്റിൽ അട്ടപ്പാടിയിലെ കുറുക്കൻകുണ്ടിൽ നിന്നുള്ള കുറച്ച് കുട്ടികൾ കലക്ടർക്ക് പരാതി നൽകാൻ വന്നിട്ടുണ്ട്. എന്താണ് അവരുടെ പരാതിയെന്ന് ആ കുട്ടികളെ കൊണ്ട് തന്നെ നമുക്ക് ചോദിക്കാം. ഈ കുട്ടികളാണ് പരാതി നൽകാൻ വന്നിട്ടുള്ളത് അല്ലേ? എന്താ പേരെന്താ? എൻ്റെ പേര് അബിയ. എന്തായിരുന്നു നിങ്ങളുടെ ഈ പരാതിയിൽ എന്താ പറയുന്നത്? ഞങ്ങൾ താമസിക്കുന്നത് കുറുക്കൻകുണ്ടാണ്. ഞങ്ങളുടെ അവിടെ കറണ്ടും ഇല്ല, വഴിയും മോശമായിട്ട് കിടക്കുകയാണ്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് 800 മീറ്റർ അകലെ വരെ കറണ്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ വീടിൻ്റെ അവിടേക്ക് വരെ കറണ്ട് നൽകാൻ ഫോറസ്റ്റുകാർ അനുവദിക്കുന്നില്ല. പിന്നെ എന്താ ചെയ്യുന്നത്? അപ്പം ഈ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് സോളാർ എന്താ നിങ്ങൾ ഉപയോഗിക്കുന്നത്? ഞങ്ങൾ മെഴുകുതിരിയുടെ വെട്ടത്തിലാണ് പഠിക്കുന്നത്. പിന്നെ മണ്ണെണ്ണ വിളക്ക് യൂസ് ചെയ്യാറുണ്ട്. മണ്ണെണ്ണ വിളക്കിന് ഇപ്പം മണ്ണെണ്ണ ഇല്ലാത്തതുകൊണ്ട് മണ്ണെണ്ണ വിളക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ മെഴുകുതിരി കൊണ്ടാണ് ഇപ്പം പഠിക്കുന്നത്. മോൻ എന്താ പറയാനുള്ളത്? മോന്റെ പേരെന്താ? അജുന് എന്താ പറയാനുള്ളത്? ഞങ്ങളുടെ അവിടെ കറണ്ടൊന്നുമില്ല. ഞങ്ങൾ മെഴുകുതിരി കത്തിച്ചുകൊണ്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ മണ്ണെണ്ണ കിട്ടാത്തത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ മെഴുകുതിരിയും കൊണ്ട്. കളക്ടർ കൊടുത്ത പരാതിയിൽ എന്താ നിങ്ങളുടെ ആവശ്യം? എന്താ? ഞങ്ങളുടെ അവിടെ കറണ്ട് വിടുകയും റോഡ് ഉണ്ടാക്കുകയും ചെയ്യണം. അതാണ് ആവശ്യം അല്ലേ? എന്താ നമുക്കെന്താ പറയാനുള്ളത്? മോളെ പേരെന്താ? അലീന. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 4ാം ക്ലാസ്സിലേക്ക് പോകുന്നു. ഇപ്പൊ എന്താ കളക്ടറോട് പറയാനുള്ളത്? ഞങ്ങളുടെ റോഡ് നന്നാവണം. റോഡിൽ കൂടെ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. വണ്ടിയൊന്നും റോഡ് നന്നാവാത്തതുകൊണ്ട് വരുന്നൊന്നുമില്ല. പിന്നെ ഞങ്ങൾ മെഴുകുതിരി വിളക്കൊക്കെ കത്തിച്ചാണ് പഠിക്കുന്നത്. കറണ്ട് കിട്ടണമെങ്കിൽ വനംവകുപ്പ് സമ്മതിക്കണം അല്ലേ? എന്താ? എനിക്കും അതൊക്കെ തന്നെ പറയാനുള്ളൂ. ക്ലാസ്സിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ മെഴുകുതിരിവട്ടത്തിൽ തന്നെ പഠിക്കുന്നത്. കാരണം എല്ലാം ഇപ്പോൾ മൊബൈലിലാണല്ലോ, ഗ്രൂപ്പായാലും എല്ലാം വരുന്നത്. അതുകൊണ്ട് മൊബൈൽ ചാർജ് ചെയ്യാനാണെങ്കിലും ഒന്നും പറ്റണില്ല. കുറേ ദൂരെ പോയാലേ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ റോഡും വൈദ്യുതിയൊക്കെ വന്നാൽ ഭയങ്കര ഉപകാരമായിരിക്കും. പിന്നെ ഒരുപാട് നടന്നതിന് എല്ലാ ദിവസം പഠിക്കുന്നത്. മഴയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റോഡൊക്കെ ശരിയാക്കി കിട്ടിയാൽ അത്ര ഉപകാരം. എനിക്ക് എത്ര പറയാനുള്ളൂ. എനിക്ക് കലക്ടറോട് അതൊക്കെ തന്നെ പറയാനുണ്ട്. പെട്ടെന്നൊന്ന് ശരിയാക്കി തന്നാൽ എല്ലാവരുമായിട്ട് ഞങ്ങളുടെ എല്ലാ പ്രദേശ ആൾക്കാരും ഇതിനുവേണ്ടി തന്നെയാണ് നടക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ എല്ലാവരും വന്ന് പറഞ്ഞിട്ടും കേൾക്കുന്നില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിള്ളേർ തന്നെ വന്ന് പറയാം. നിങ്ങൾ പല സ്ഥലത്തും പരാതി കൊടുത്ത് മടുത്തു, സത്യമായിട്ട് മടുത്തു. അതുകൊണ്ടാണ് ഞങ്ങൾ പിള്ളേർ തന്നെ വന്ന് കളക്ടർ കണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ്, അതുകൊണ്ടാണ് പാരന്റ്സ് ഒക്കെ കൂടെ വന്ന് എന്നാൽ നിങ്ങളെ കൊണ്ട് കാണിക്കാം എന്ന് പറഞ്ഞ് ഇവരൊക്കെ സപ്പോർട്ടോടെ ഞങ്ങളോട് വന്നു. കളക്ടറെ കാണാൻ പറ്റിയോ? പറ്റിയില്ല, സാറില്ല എന്ന് പറഞ്ഞു. എന്ത് ചെയ്തു? എന്നിട്ട് എന്റെ ഓഫീസിൽ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഓഫീസിൽ കൊടുത്തിട്ടുണ്ട് പരാതി. അതാണ് ഈ കുട്ടികൾ അട്ടപ്പാടിയിലെ കുറുക്കൻകുണ്ടിൽ നിന്നുള്ളതാണ്. കുറുക്കൻകുണ്ട് എന്ന് പറയുന്ന അട്ടപ്പാടിയിലെ ഏറ്റവും ഉൾപ്രദേശത്തുള്ളൊരു സ്ഥലമാണ്. ആ കുടിയേറ്റ മേഖലയാണ്. ഒരുപാട് കർഷകർ അവിടെ താമസിക്കുന്നുണ്ട്. പക്ഷേ ഈ വനം വകുപ്പിൻ്റെ എതിർപ്പ് കൊണ്ട് അവർക്ക് റോഡോ വൈദ്യുതിയോ ഒന്നും തന്നെ, അട്ടപ്പാടിയിലെ ഏറെക്കുറെ ഭൂരിഭാഗം സ്ഥലങ്ങളിലേക്കും വൈദ്യുതിയും റോഡും എല്ലാം ഉള്ള ഒരു പ്രദേശം കൂടിയാണ്. പക്ഷേ ഈ കുറുക്കൻകുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് വനം വകുപ്പിൻ്റെ നിരന്തരമായ എതിർപ്പിനെ തുടർന്ന് അവർക്ക് വൈദ്യുതിയോ അല്ലെങ്കിൽ റോഡോ സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതിനകത്തൊരു പരിഹാരം വേണമെന്നുള്ളതാണ് ഈ കുട്ടികൾ പറയുന്നത്. എന്തായാലും ഈ കുട്ടികൾക്ക് ഇന്ന് കലക്ടറെ കാണാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് വന്നതെങ്കിൽ പോലും അത് സാധിച്ചിട്ടില്ല. പക്ഷേ കലക്ടർ ഓഫീസിൽ ഇവിടെ പരാതി കൊടുത്തു പോയിട്ടുണ്ട്. ഉറപ്പായിട്ടും ആ കലക്ടർ പരിശോധിക്കുക അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ പരിശോധിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് ഈ കുട്ടികൾ ഇവിടെ നിന്ന് അട്ടപ്പാടിയിലേക്ക് മടങ്ങുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരി, ന്യൂസ് മലയാളം, പാലക്കാട്.